ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് സത്യത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ കരുതിയതല്ല, പക്ഷേ പറയാതിരിക്കാനും വയ്യ. പ്രണവും പ്രവീണിൻ്റെയും കാര്യത്തിൽ ഇവരെന്തിനായിരുന്നു ഈ സോഷ്യൽ മീഡിയ വന്ന് ഈ നാടകങ്ങളൊക്കെ കളിച്ചത്? സത്യം പറഞ്ഞാൽ എന്തായിരുന്നു ഇവരുടെ ലക്ഷ്യം? അതോ അനിയൻ്റെ ചാനൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നോ? എന്തുമായിരുന്നു ഇവരുടെ ഉദ്ദേശമെന്ന് എനിക്കറിയത്തില്ല. അവർക്ക് അവരുടെ ചാനലിൽ വന്ന വ്യൂസൊക്കെ കണ്ടില്ലേ? ഒരു ദിവസം കൊണ്ട് അവരിട്ട വീഡിയോകൾക്ക് 49 ലക്ഷം 50 ലക്ഷം ഒക്കെ കിട്ടിയത്. എന്തായിരുന്നു ഇവരുടെ മോട്ടീവ്? സത്യത്തിൽ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അത് സോഷ്യൽ മീഡിയ വന്നിടേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു. ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ നീതി കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ടേ. നമ്മുടെ നാട്ടിൽ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് നീതി കിട്ടാനായിട്ട്, അവിടെ ആയിരുന്നു സമീപിക്കേണ്ടത്. എല്ലാ സോഷ്യൽ മീഡിയ ഇട്ടിങ്ങനെ നാടകം കളിക്കേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു. റീച്ച് കിട്ടാനായിട്ടായിരുന്നു ഇത്രയൊക്കെ വേലകൾ കാണിച്ചു വെച്ചത്. അതുമല്ല, ഇട്ട വീഡിയോകളെല്ലാം ഇപ്പോൾ എടുത്ത് അൺലിസ്റ്റഡും ആക്കി വെച്ചേക്കുന്നത്. അതാ അതിലും വലിയ രസം. അല്ലെങ്കിൽ ഇതിനൊക്കെ പോകേണ്ട യാതൊരു കാര്യമില്ലായിരുന്നല്ലോ. ഒരു കാര്യം നമ്മൾ ചെയ്തെങ്കിൽ ആ ലാസ്റ്റ് വരെ നിൽക്കണം. ഇത് ഇപ്പം നാട്ടുകാർ മൊത്തം അറിഞ്ഞു, ലോകം മൊത്തം അറിഞ്ഞു, ഒന്നും പറയണ്ട. വീട്ടുകാരും അറിയാം, അവരും അറിയും, ഒന്നും പറയണ്ട. സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഇപ്പം തുറന്നു കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ കാണാനും. അതുകൊണ്ടാണ് സത്യത്തിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. പിന്നത്തെ ഒരു കാര്യമെന്ന് വെച്ചാൽ പ്രവീൺ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നുണ്ട്, നീതി കിട്ടാനായിട്ടാണ് ഇവിടെ വന്നേ. ഇതെന്തോ നീതി കിട്ടുന്ന വല്ല സ്ഥലം വല്ലതുമാണ്? ഇതൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ എന്തെല്ലാം സംവിധാനമുണ്ട്. പോലീസ് സ്റ്റേഷനുണ്ട്, അവിടെ പോയി പരാതി കൊടുക്കാം. അവർ അതിൻ്റെ ആയ കാര്യങ്ങൾ മുമ്പോട്ട് നീക്കും. ഇത് സോഷ്യൽ മീഡിയ വന്ന് അവർ അച്ഛനെയും അമ്മയും കിടന്ന് അതും ഇതും പറഞ്ഞ്, അച്ഛൻ അങ്ങനെ ചെയ്തു, അമ്മ അങ്ങനെ ചെയ്തു, അനിയൻ അങ്ങനെ ചെയ്തു. പിന്നെ തൊട്ടടുത്ത ദിവസം അനിയൻ വന്നിട്ട് ചേട്ടൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് എന്തൊക്കെയാ. സത്യം പറഞ്ഞാൽ നമുക്കും കൂടി നാണംകേട് തോന്നുന്നു ഇതൊക്കെ കണ്ടിട്ട് തന്നെ. ഇതൊക്കെ കണ്ടിട്ട് പിന്നെ മിണ്ടാ എങ്ങനെ ഇരിക്കുന്നത്? ആരോടെങ്കിലും ഒന്ന് പ്രതികരിക്കണ്ടേ? അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളിപ്പം സാധാരണക്കാർ ഒരു വീഡിയോ വന്ന് ചെയ്യുമ്പോഴത്തേക്ക് ഓരോരുത്തർ വന്നിട്ട് പറയാം, നിനക്ക് നിൻ്റെ പണി നോക്കിക്കൂടായോ? അങ്ങനെയൊക്കെ നമ്മളെ വന്ന് ഓരോന്നും പറയാം. നമ്മളെങ്ങനെയാ പണി നോക്കാതിരിക്കുന്നത്? നമ്മുടെ പണി ഒരു എന്തെങ്കിലും ന്യായമായിട്ടുള്ള കാര്യത്തിനെക്കുറിച്ച് റിയാക്ഷൻ ചെയ്യുക. ന്യായമല്ല എന്ന് വെച്ചാൽ നമുക്ക് അത് ഇതായിട്ട് തോന്നുന്ന കാര്യം ഉള്ള വീഡിയോയിൽ നമ്മൾ റിയാക്ഷൻ ചെയ്യുക. അതാണ് നമ്മുടെ ജോലി എന്ന് വെച്ചാൽ. നമ്മുടെ റൈറ്റാണ്, നമുക്ക് തോന്നുന്ന ഒരു കാര്യം പറയുക, ആരെയും ബുദ്ധിമുട്ടിക്കാതെ.